നമ്മുടെ ഇന്ന് നമ്മളോടൊത്ത് നമ്മുടെ ഈ കഴിഞ്ഞ 1.5 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് നേടുകയും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ തന്നെ വിവിധ സംഘടനകളിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മികച്ച കർഷകനുള്ള അവാർഡും ഒക്കെ കരസ്ഥമാക്കിയ ഇരിട്ടി ജില്ലയിലെ എടൂർ ഞണ്ടങ്കണ്ണി എന്ന് പറയുന്ന പ്രദേശത്തെ മുൻ ആറളം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട PK ജോസാറാണ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു ട്രെയിനിങ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ഒരു മാറ്റത്തേക്കുള്ള തുടക്കത്തിന്റെ വക്താക്കളായി മാറാമെന്നും ആശംസിച്ചുകൊണ്ട് നമുക്ക് ട്രെയിനിങ്ങിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ ഇന്ന് ജൈവ കാർഷിക മേഖലയെ കുറിച്ച് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ജൈവ കാർഷിക മേഖലയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജൈവ ഓർഗാനിക് അല്ലെങ്കിൽ കാർഷിക രാജ്യമായ കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ 23 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഓർഗാനിക് ബയോ ഫെർട്ടിലൈസറിനെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. കാർഷിക മേഖലയിൽ വലിയ വിപ്ലവമാണ് ഈ ഒരു ഉൽപ്പന്നങ്ങളിലൂടെ ഇനി വരുവാൻ വേണ്ടി പോകുന്ന കാലഘട്ടം എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. കാരണം ഉപയോഗിച്ച കർഷകർക്കൊക്കെ കിട്ടുന്ന ആ ഒരു റിസൾട്ട്, അതിലുപരി ആ ഒരു കർഷകരുടെ സന്തോഷമാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പല വളപ്രയോഗവും മറ്റു രീതിയിൽ സസ്യങ്ങളെ പരിപാലിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ഇന്ന് വരുന്ന ഉൽപാദന ചെലവ് വർധനവും അതോടൊപ്പം തന്നെ ഉൽപാദന ക്ഷമത കുറവും സസ്യത്തിനെ ബാധിക്കുന്ന ആരോഗ്യപരമായ പ്രോബ്ലംസും കാരണം ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടാണ് കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അതിനെയൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് മണ്ണിന്റെ ഘടനയെ സംരക്ഷിച്ചുകൊണ്ട് സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് സസ്യത്തിന്റെ ക്ഷമതയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉൽപാദന ചെലവിനെ കുറച്ചുകൊണ്ട് നമുക്ക് വലിയൊരു കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്താൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ 23 വർഷക്കാലമായി ഞാൻ പറയുന്നത് കഴിഞ്ഞ 23 വർഷക്കാലമായി ഇന്ത്യയിലെ 22-ലധികം സംസ്ഥാനങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, കാരണം അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് കേരളത്തിൽ എത്തുവാൻ വൈകി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളിലും പതിയെ മെല്ലെ അവിടെ വേരുറപ്പിച്ച് അവിടുത്തെ കർഷകർക്ക് വളരെ ഗുണപ്രദമാകുന്ന രീതിയിലൂടെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വിജയിച്ചതിന് ശേഷമാണ് ഓരോ സംസ്ഥാനങ്ങളിലേക്കും ചുവട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പ്രധാനമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട നരേന്ദ്രമോദി സാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, സിക്കിം സ്റ്റേറ്റിനെ ഓർഗാനിക് സ്റ്റേറ്റ് ആയി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേറ്റിൽ 60% വരുന്ന ഓർഗാനിക് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത് നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അതുപോലെ ഇന്ത്യയിൽ 2030 വരുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ മുഴുവനായി ഓർഗാനിക് സ്റ്റേറ്റിനെ കൺവേർഷനിലേക്കും ഓർഗാനിക് കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ സ്റ്റേറ്റിലേക്കും പതിയെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ്. അതിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ കമ്പനിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അജയ് ബയോടെക് എന്ന് പറയുന്ന 1990 സ്ഥാപിതമായ ഒരു കമ്പനിയാണ് അജയ് ബയോടെക്. ഇന്ത്യയിലെ ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ നിർമ്മാണ രംഗത്തെ വളരെയധികം സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന അജയ് ബയോടെക് എന്ന് പറയുന്ന നെറ്റ്സർഫിന്റെ ഒരു അസോസിയേറ്റ് സ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ബിസിനസ് നമുക്കുണ്ട്. അതുപോലെ നെറ്റ്സർഫ് റിസർച്ച് ലാബ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് നെറ്റ്സർഫ് റിസർച്ച് ലാബിലൂടെ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റ്സർഫ് റിസർച്ച് ലാബ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്
നമ്മുടെ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ മൈലാബ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. എന്താണ് മൈലാബ്? ഏഷ്യയിലെ നമ്പർ 1 ലാബായ മൈലാബാണ് കൊറോണ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിനെ 500 രൂപയിൽ താഴെയുള്ള 250 രൂപ വരെയുള്ള കൊറോണ കിറ്റുകളും സെൽഫ് ടെസ്റ്റിംഗ് കിറ്റുകളിലും ഗവൺമെന്റിനെയും ജനങ്ങളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആ അഡ്വാൻസ്ഡ് ടെക്നോളജിയും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ അസോസിയേറ്റ് സ്ഥാപനമാണ് മൈലാബ് എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ്സർഫ് എന്ന് പറയുന്നത് അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു ശൃംഖലയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ നമ്മളിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ വൂഹു എന്ന് പറയുന്ന ഡയറി ഫുഡ് ആൻഡ് ബീവറേജിന് വേണ്ടിയിട്ടുള്ള വൂഹു എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്കുണ്ട്. അതുപോലെ തന്നെ ഗ്രിൻ എന്ന് പറയുന്ന വെർട്ടിക്കൽ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗ്രിൻ എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്കുണ്ട്. അതുപോലെ നെറ്റ്സർഫ് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി ഒരു കമ്പനി ഉണ്ട്. അതുപോലെ നെറ്റ്സർഫ് US എന്ന് പറയുന്നത്, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നെറ്റ്സർഫ് US ഏറ്റവും വലിയ ഓർഗാനിക്സ് രാജ്യമായ US ഗ്രേഡ് 1 ആയിട്ട് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ് നെറ്റ്സർഫിന്റെ. ആ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മീഡിയാസ് റെക്കഗ്നൈസ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഫോർബ്സ് മീഡിയ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, The Hindu, Money Control, Hindustan Times, Sakai, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ ഇന്ത്യയിലെ ലീഡിംഗ് ടോപ്പ് മീഡിയാസ് ഈ നെറ്റ്സർഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, റെക്കഗ്നൈസ് ചെയ്യുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഗുണമേന്മ അത് ഒന്നുകൊണ്ട് മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുവാനും മറ്റുള്ളവരിലേക്ക് നൽകുവാനും നമുക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് നമുക്ക് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. നമുക്ക് നോക്കാം, ഇവിടെ പലതരത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും സിനിമയിലൊക്കെ പറയുന്നത് പോലെ പല രൂപത്തിലും പല ഭാവത്തിലും കാണുന്ന കുറെ കുപ്പികളുടെ ശ്രേണി നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഖരാവസ്ഥയിലുള്ള വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിലുള്ള ഒരു മാറ്റം, ട്രഡീഷണൽ വളപ്രയോഗത്തിൽ നിന്നും ടെക്നോളജിക്കൽ വളപ്രയോഗത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ലിക്വിഡ് ആയിട്ടുള്ള ബയോ ഫെർട്ടിലൈസേഴ്സ് ലേബർ കോസ്റ്റ് 25% മുതൽ 50% വരെ കുറച്ചുകൊണ്ട് ഈൽഡ് 25% മുതൽ 50% വരെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാജ്യമായ ഇസ്രായേലിന്റെ ടെക്നോളജിയായ നാനോ ബയോ ടെക്നോളജിയാണ് ഈ ഒരു ഉൽപ്പന്നത്തിൽ മിക്സ് ചെയ്തിരിക്കുന്നത്, യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സസ്യത്തിന് കൃത്യമായിട്ടുള്ള അളവിൽ ഘടകങ്ങൾ കൈമാറുകയും മണ്ണിന്റെ ഘടനയെ മാറ്റുവാനും ഈ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കും എന്നത് നമുക്ക് വളരെയധികം ഗുണമേന്മ നൽകുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഈ ലിക്വിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. നമുക്ക് ചെറിയൊരു കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇസ്രായേലിന്റെ ടെക്നോളജി എന്താണ്, അവിടെ നമ്മുടെ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ എന്താണെന്നുള്ളത് അല്ലെ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ട്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്, ടാപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്, ഒരുപക്ഷെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫോളിയാർ എന്ന് പറയുന്നത്, പോളി ഹൗസ് എന്ന് പറയുന്നത് തുടങ്ങിയവയൊക്കെ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മളെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ നിന്നാണ്. ആ ഒരു രാഷ്ട്രത്തിന്റെ ടെക്നോളജിയാണ് ഇവിടെ നമ്മൾ ഇന്ന് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടെക്നോളജി നമുക്ക് വളരെയധികം മാറ്റങ്ങൾ നൽകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അവിടെയാണ് ആ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയും നമുക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം ഗുണമേന്മയുള്ള ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബയോഫിറ്റ് അഗ്രികെയർ സൊല്യൂഷൻസ് ഫോർ സോയിൽ ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് ക്രോപ്സ്. ഇന്ത്യയിൽ ഏകദേശം 65,000-ലധികം വരുന്ന ക്രോപ്പുകൾ ഇന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ 65,000-ലധികം വരുന്ന ക്രോപ്പുകൾക്കും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്ന് കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബയോഫിറ്റ് അഗ്രികെയർ പ്രൊഡക്ട്സ് അപ്രൂവ്ഡ് ഫോർ ഓർഗാനിക് കൾച്ചർ. ഗ്രൂപ്പ് R&D സെന്റർ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. DSIR-ന്റെ ലാബോടുകൂടി ഇന്ത്യൻ ഗവൺമെന്റിന്റെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന, അതോടൊപ്പം തന്നെ അപ്രൂവ്ഡ് ബൈ ഇക്കോസെർട്ട് ഇൻപുട്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇക്കോസെർട്ട് എന്ന് പറയുന്ന 80-ലധികം രാഷ്ട്രങ്ങളുടെ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെർട്ട് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സർട്ടിഫൈയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ
നെറ്റ്സർഫ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രൊഡക്ട്സ് ആണ് നമ്മുടേത്. ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നു. ഓൾ പ്രൊഡക്ട്സ് ആർ ഫുള്ളി ഓർഗാനിക്, നാച്ചുറൽ, ഹെർബൽ, നോൺ കെമിക്കൽ, നോട്ട് ടോക്സിക്, ബയോടെക്നോളജി ആൻഡ് നാനോ ടെക്നോളജി കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ. അതുപോലെ ISO സർട്ടിഫൈഡ് കമ്പനിയാണ്, GMP സർട്ടിഫൈഡ് കമ്പനിയാണ്, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ പ്രൊജക്റ്റ് ആണ്, തുടങ്ങിയവ നിരവധിയായിട്ടുള്ള ഒരു കമ്പനിക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങിയ ഒരു കമ്പനിയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ. US ഫസ്റ്റ് ഗ്രേഡ് ആയിട്ട് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ബിസിനസ്, അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ തായ്ലാന്റിൽ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് ഇന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതും ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു. 100% നാച്ചുറൽ, ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഇതിൽ ഉള്ളത്. നമുക്ക് നോക്കാം ഒരു സസ്യത്തിന് ആവശ്യമായ ഫുഡുകൾ എങ്ങനെയാണ്. ഭക്ഷണം അല്ലെ, നമ്മൾ ഭക്ഷണം സ്വീകരിക്കുന്നത് പോലെ തന്നെ ഒരു മൃഗങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഒരു സസ്യങ്ങളെ നമ്മൾ കൃത്യമായി പരിപാലിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ആണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ. ഒരു റെസ്പെക്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് റെസ്പെക്ട് നമ്മൾ തിരിച്ച് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു സംവിധാനം നമ്മൾ സസ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ നൽകുമ്പോൾ ആ സസ്യം തീർച്ചയായും നമുക്ക് അത് ഫുള്ളായി 100% നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു നൽകുന്നു. ആ ഒരു ഫുഡ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ലൈറ്റ് എനർജിയിലൂടെ, ഓക്സിജനിലൂടെ, കാർബൺ ഡൈ ഓക്സൈഡിലൂടെ, ഷുഗറിലൂടെ, മിനറൽസിലൂടെ, വാട്ടറിലൊക്കെ ആ ഫുഡ് ശേഖരിക്കുന്നു. അതുപോലെ തന്നെ സൺലൈറ്റ്, ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത് സൂര്യപ്രകാശം, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ് ആൻഡ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ബയോ സ്റ്റിമുലൻസ്, ഇവയൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സസ്യത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ വിഘാതം സൃഷ്ടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. പ്ലാന്റ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, വിൽട്ടിംഗ്, അതായത് കരിച്ചൽ, മഞ്ഞളിപ്പ്, റൂട്ടിന്റെ അഭാവം, ഇൻസെക്ടിന്റെയും പെസ്റ്റിന്റെയും അറ്റാക്ക്, ഡിസീസസ് വരുന്നു, വൈറസിന്റെയും ഫംഗലിന്റെ ഡിസീസസ് വരുന്നു, ഓവർ ഡോസസ്, ഫെർട്ടിലൈസറിന്റെയും വാട്ടറിന്റെ ഒക്കെ ഓവർ ഡോസസിലൂടെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അതിനൊക്കെ മറികടക്കാൻ വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് നമ്മളൊരു കാർഷിക സംസ്കാരം എന്ന് പറയുന്നത്? ഒരു കാർഷിക സംസ്കാരം എന്ന് പറയുന്നത് 4 ഘട്ടങ്ങളിലൂടെ പോകുന്ന ഒരു പദ്ധതിയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതിൽ ഒന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നതാണ് വിത്ത് സംസ്കരണം എന്ന് പറയുന്നത്. നമ്മൾ ഏത് വിത്ത് വാങ്ങിക്കഴിഞ്ഞാലും ആ വിത്തിനെ നമ്മൾ സംസ്കരിച്ചിട്ടാണ് മണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നതാണ് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘടകമാണ് ഫംഗസിൽ നിന്നും വൈറസിൽ നിന്നുള്ള രക്ഷ നേടുക എന്ന് പറയുന്നത്. നാലാമത്തെ ഘടകമാണ്. ഈ 3 ഘടകങ്ങളും കൃത്യമായി നമ്മൾ പരിപാലിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ കർഷകരുടെ ഏറ്റവും സന്തോഷം നൽകുന്ന ആ ഘട്ടത്തിലേക്ക് നമുക്ക് എത്തുവാൻ വേണ്ടി സാധിക്കും. ആ ഘട്ടമാണ് കൂടുതൽ വിളവ് എന്ന് പറയുന്നത്. ഈ 4 ഘട്ടങ്ങളെയും സ്വാധീനിക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നത്. ഈ 4 ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് 3 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നതാണ് പ്ലാന്റ് ന്യൂട്രിയൻസ്, മൂലകങ്ങൾ, സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘടകമാണ് വളപ്രയോഗം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘടകമാണ് ഗ്രോത്ത് റെഗുലേറ്റർ, PGR, പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പ്ലാന്റിന്റെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത് നോക്കാം. സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് കൊടുക്കേണ്ട 14 മൂലകങ്ങളാണ് ഉള്ളത്. അത് അന്തരീക്ഷത്തിൽ നിന്നും അതുപോലെ തന്നെ മണ്ണിൽ നിന്നും ലഭിക്കുമ്പോൾ, കൃത്യമായിട്ട് എത്തുമ്പോഴാണ് അതിൽ റിസൾട്ട് സസ്യത്തിന് ലഭിക്കുന്നത്. പക്ഷേ നമുക്ക് നോക്കാം 1970 കാലഘട്ടങ്ങളിൽ രാസവളത്തിന്റെ പ്രയോഗം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള വരുമാനങ്ങൾ നമുക്ക് ലഭിച്ചു, കൂടുതലായിട്ടുള്ള ഈൽഡ് നമുക്ക് ലഭിച്ചു. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് 15 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കെമിക്കലിന്റെ ആഡിങ് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ മണ്ണിന്റെ ഘടന മാറുവാൻ വേണ്ടി തുടങ്ങി. കാരണം ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് കൂടുതൽ വിളവിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിച്ചിരുന്നെങ്കിലും പക്ഷെ മണ്ണിന്റെ ഘടന മാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുവാൻ വേണ്ടി നമ്മൾ വൈകിയിരുന്നു. ആ ഒരു സാഹചര്യം കെമിക്കലിന്റെ ഉപയോഗം മൂലം മണ്ണിന്റെ ഘടന പെട്ടെന്ന് മാറുകയും അതോടൊപ്പം തന്നെ സസ്യത്തിന്റെ
പ്രതിരോധ ശേഷിയെയും ഈൽഡിങ്ങിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് മാറ്റം വരുവാൻ വേണ്ടി ഇടയായി. അതിനെയൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. സസ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ട് വേണ്ട 14 മൂലകങ്ങൾ, കാരണം മണ്ണിലും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ നാച്ചുറലായി, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നാച്ചുറലായി, അതോടൊപ്പം തന്നെ നമ്മുടെ വളരെയധികം പ്രകൃതിദത്തമായി നമുക്ക് എത്തിച്ചു നൽകുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ നോക്കുന്നത്, അല്ലെ? പ്രകൃതിദത്തമായിട്ടുള്ള ഘടകങ്ങളെ കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ പ്രകൃതിദത്തമായി എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മൾ രാസവളം കൊടുക്കുമ്പോൾ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് പോലെ, ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമായി കൃത്രിമമായി ശ്വാസം നമ്മൾ സസ്യത്തിന് കൊടുക്കുകയാണ്, കൃത്രിമമായി ശ്വാസം നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുകയാണ്. അതിലൂടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മണ്ണിരകൾ നശിച്ചു പോകുന്നു, നമ്മുടെ മൂലകങ്ങൾ നശിച്ചു പോകുന്നു, നമ്മുടെ ചെറു പ്രാണികൾ നശിച്ചു പോകുന്നു, നമ്മുടെ ചെറു തവളകളും മറ്റു രീതിയിലുള്ളവയൊക്കെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അതിനൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. നമുക്ക് നോക്കാം. 14 മൂലകങ്ങൾ, അതിൽ തന്നെ 3 ഘടകങ്ങളാക്കി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് മാക്രോ ന്യൂട്രിയൻസ്, പ്രധാന മൂലകങ്ങൾ, ഉപപ്രധാന മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ. അതിൽ ഏതൊക്കെയാണ് ഉപപ്രധാന മൂലകങ്ങൾ? പ്രധാന മൂലകങ്ങൾ നമുക്ക് നോക്കാം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. ഒരുപക്ഷെ നമ്മുടെ PK ജോസ് സാറൊക്കെ പറയുന്നത് പോലെ യൂറിയ, മഷൂറി, പൊട്ടാഷ് ഒരു കർഷകർക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ, അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറയുന്ന NPK. രണ്ടാമത് മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ എന്ന് പറയുന്ന ഉപപ്രധാന മൂലകങ്ങളും, അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ, നിക്കൽ, മോളിബ്ഡിനം തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങണം. അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ തുടങ്ങിയവയൊക്കെ സസ്യത്തിന് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്ന വേറെ ഘടകങ്ങളും അതിൽ വരുന്നു. നമുക്ക് നോക്കാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സസ്യത്തിന് എങ്ങനെയാണ് ഇത് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. NPK നമ്മളിവിടെ കാണുന്നത് യൂറിയ, മഷൂറി, പൊട്ടാഷ്, അതിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള ഒരു മൂലകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകത്തെ കൃത്യമായി നൈട്രജനായി സ്വീകരിക്കാനുള്ള കഴിവ് ആർക്കില്ല? സസ്യങ്ങൾക്കില്ല. പക്ഷേ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റിക്കൊടുത്തുള്ള ബാക്ടീരിയകൾ ഇന്ന് മണ്ണിലാണെങ്കിൽ അവൈലബിളുമല്ല. കാരണം നമ്മുടെ രാസവളത്തിന്റെയും കെമിക്കലിന്റെയും ഒക്കെ അമിതമായ ഉപയോഗം മൂലം അവയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ പ്രകൃതിദത്തമായി 78%-ലധികമുള്ള നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി പ്രകൃതിദത്തമായി സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നൈട്രജൻ എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളിലൂടെ ചെയ്യുന്നത്. അസറ്റോബാക്ടർ ബാക്ടീരിയകൾ അടങ്ങിയ തികച്ചും ബയോസ്റ്റിമുലൻസ് ചെയ്തെടുത്ത നൈട്രേറ്റ്, അതുപോലെ നൈട്രജൻ ഫിക്സേറ്റിംഗ് ബാക്ടീരിയ, അതുപോലെ തന്നെ പൊട്ടാസ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയ, ഫോസ്ഫേറ്റ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. 30 വർഷം മുന്നേയുള്ള നമ്മുടെ മണ്ണിനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ മൂലകങ്ങളുടെ അഭാവം മൂലം പല രോഗങ്ങളും ഇന്ന് സസ്യങ്ങൾക്ക് വരുന്നുണ്ട്. മഞ്ഞളിപ്പിന്റെ രോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, വേല കരിച്ചലിന്റെ രോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കൂമ്പ് കുറുകല്, അതുപോലെ വേരിന്റെ ഓട്ടമില്ലായ്മ, അതോടൊപ്പം തന്നെ സസ്യത്തിന്റെ പ്രതിരോധ ശേഷി നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അതിനെയൊക്കെ വീണ്ടെടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഹൈലി എഫക്റ്റീവ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ഫോർമുലേഷനായ CFU 1 ml × 10 × 12 പൊട്ടൻറ്റ് സ്റ്റെബിലൈസർ ഫോർ ലോങ്ങർ ഷെൽഫ് ലൈഫ് അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് ഈ നമ്മുടെ NPK എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായി ലഭിക്കുക, നാച്ചുറലായി ലഭിക്കുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകും. അത് സസ്യത്തിന് ലഭിക്കാനുള്ള 1 ml = 10 കോടി ബാക്ടീരിയ. 1 ml എന്ന് പറയുന്നത് 10 കോടി ബാക്ടീരിയ ആണ്. നമുക്ക് മനസ്സിൽ നമ്മളിങ്ങനെ പറയുക 1 ml 10 കോടി ബാക്ടീരിയ, അതാണ് നാനോ ബയോടെക്നോളജി എന്ന് പറയുന്നത്. നാനോ എന്ന പദത്തിന് അർത്ഥം നമുക്കറിയാം, ഏറ്റവും ചെറിയ ഒരു അളവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആ 1 ml 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 മില്ലി എന്ന ക്രമത്തിൽ നമ്മൾ ഇതിനെ മിക്സ് ചെയ്യുമ്പോൾ 10, 20 കോടി ബാക്ടീരിയകളെയാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് മണ്ണിലെത്തുമ്പോൾ വിഘടിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ മണ്ണിലേക്ക് കൃത്യമായി എത്തിക്കുന്നു, സസ്യങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുന്നു.
ഇപ്പൊ വളപ്രയോഗം നടത്തുമ്പോൾ പല ആൾക്കാരും പറയുന്നത് മഴ വരുമ്പോൾ നമ്മുടെ വളങ്ങളൊക്കെ ഒലിച്ചു പോകുന്നു. ശരിയാണ്, ഖരാവസ്ഥയിലുള്ള നമ്മുടെ വളപ്രയോഗമാകുമ്പോൾ അവയൊക്കെ ഒലിച്ചു പോകുന്നു. പക്ഷെ ഞാൻ ഒരു ചോദ്യം കർഷകരോട് ചോദിക്കുന്നു, നമ്മുടെ മണ്ണിരകൾ എവിടെയെങ്കിലും ഒലിച്ചു പോയതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? മണ്ണിരകൾ മണ്ണിനെ പിടിച്ചു നിർത്തുന്നതാണ്, മണ്ണിൽ പിടിച്ചു നിൽക്കുന്നതാണ്. ആ ഒരു ഘട്ടത്തിലുള്ള ആ ഒരു ഘടനയിലുള്ള ബാക്ടീരിയകളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് നമ്മൾ മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണിൽ നിന്നും അത് വിഘടിക്കുന്നതല്ലാതെ അത് ഒലിച്ചു പോകുവാനോ അല്ലെ മറ്റു രീതിയിലോ ആവുന്നില്ല. മണ്ണിൽ നിന്നും അത് പ്രവർത്തനം തുടങ്ങുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കൊറോണ വരുന്നത് നമുക്കറിയാം, മൂക്കിലൂടെ ശ്വസിക്കുമ്പോഴാണ് കൊറോണ വരുന്നത്. കൊറോണ വന്നു എന്ന് നമ്മൾ അറിയുന്നത് തന്നെ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ അല്ലെ ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോഴാണ്. അത് പ്രവർത്തനം മുന്നേ തന്നെ തുടങ്ങുന്നതാണ്. ആ തുടങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മുടെ മണ്ണിലെത്തുമ്പോൾ ഈ നാനോ ബയോ ടെക്നോളജിയിലുള്ള ബാക്ടീരിയകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ പ്രവർത്തനങ്ങളാണ് ത്വരിതഗതിയിലാക്കിക്കൊണ്ട്, കാരണം പൊതുവെ നമുക്ക് വളപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ മണ്ണുമായി അലിഞ്ഞു ചേരണം. ഇത് ചാണകവളമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ മണ്ണിന്റെ ഘടനയുമായി അലിഞ്ഞു ചേരുന്നതിന് ചെറിയ സമയമെടുക്കാം. പക്ഷെ നമ്മുടെ ബാക്ടീരിയകൾ വളരെ പെട്ടെന്ന് തന്നെ മണ്ണിൽ നിന്നും പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ റിസൾട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാണുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ വരുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ NPK എന്ന് പറയുന്നത്. കൃത്യമായിട്ടും സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയെയും രോഗപ്രതിരോധ ശേഷിയൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. അസറ്റോബാക്ടർ ബാക്ടീരിയയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം രണ്ടാമത്തെ ഘടകം. നമ്മൾ ആദ്യത്തെ ഒരു ഘടകത്തെ കുറിച്ച് സംസാരിച്ചു. രണ്ടാമത്തെ ഘടകമാണ് ഷേത്ത് എന്ന് പറയുന്നത്, സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി. ഒന്നാമത്തെ മൂലകങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ വളപ്രയോഗം. ഇന്ന് നമ്മൾ പലതരത്തിലുള്ള വളപ്രയോഗം ചെയ്യാറുണ്ട്. ജൈവ രീതിയിലുള്ളതും ചാണകവളവും അതുപോലെ തന്നെ എല്ലുപൊടി, അതുപോലെ മറ്റ് രീതിയിലുള്ള പലതരത്തിലുള്ള വളപ്രയോഗങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. പ്ലസ് അഡീഷണൽ വേണ്ട സൂക്ഷ്മ മൂലകങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. എന്താണ് നമ്മുടെ ഷേത്ത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോഡർ വിത്ത് ബയോസ്റ്റിമുലൻസ് അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ഷേത്ത് ഒരു സോയിൽ കണ്ടീഷണറാണ്. അതായത് സസ്യത്തിന് ആവശ്യമായ മണ്ണിന്റെ ഘടനയെ മാറ്റം വരുത്തുവാനുള്ള ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ഷേത്തിൽ അടങ്ങിയിരിക്കുന്നത് 5 ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ മിശ്രിതമാണ് ഷേത്ത് എന്ന് പറയുന്നത്. 5 ടണ്ണ് കാലിവളം നമ്മുടെ പറമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര സമയം, എത്ര ലേബർ കോസ്റ്റ് നമുക്ക് ആവും എന്നൊന്നും ചിന്തിച്ചു നോക്കൂ. അവിടെ 1 ലിറ്റർ ബോട്ടിൽ നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പിടിച്ചുകൊണ്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് NPKയുടെ കൂടെ 2 ml എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് ആ തോട്ടത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് കാർഷിക മേഖല മാറുമ്പോൾ 100 മേനി വിളവ് നമുക്ക് കൊയ്യുവാൻ വേണ്ടി സാധിക്കുമെന്നതിന്റെ ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ഷേത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കും. മണ്ണിരയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ മണ്ണിരകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, മണ്ണിരകൾ താഴോട്ടും മുകളിലോട്ടും സഞ്ചരിക്കുന്ന ഒരു കർഷകന്റെ മിത്രമാണ്. മണ്ണിന് വായു സഞ്ചാരം കൊടുക്കുന്ന ഒരു കർഷകന്റെ മിത്രമാണ്. മണ്ണിന് വളക്കൂറുകൾ താഴേക്കും മുകളിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു കർഷകന്റെ മിത്രമാണ് മണ്ണിരകൾ. 2 കഷണമാക്കി മണ്ണിരകളെ മാറ്റിക്കഴിഞ്ഞാലും ആ 2 കഷണവും ജീവിച്ചുകൊണ്ട് മണ്ണിന്റെ ഘടനയെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി കർഷകന്റെ കൂടെ നിൽക്കുന്ന കർഷകന്റെ മിത്രമാണ് മണ്ണിരകൾ. ആ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് സാധിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ മാറ്റം വരുത്തുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് മണ്ണിന്റെ pH ലെവൽ? മണ്ണിന്റെ pH ലെവൽ 7.5 to 6.5 എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് 6.5 to 7.5 എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വളങ്ങളെ വലിച്ചെടുക്കുവാനും അത് കൃത്യമായി സസ്യത്തിന് ഗ്രോത്ത് പകരുവാനും വേണ്ടി സാധിക്കുന്നത്. ഇന്ന് അതില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ട വളങ്ങൾ നമ്മുടെ മണ്ണിൽ തന്നെ കിടക്കുകയും അതിന് കൂടുതലായിട്ട് ദഹന പ്രക്രിയ ഇല്ലാത്ത ഒരു സാഹചര്യവും വരുന്നത്. അതിനെ മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിച്ചെടുക്കുന്നു. ഉദാഹരണത്തിന് ഒരു മനുഷ്യന്റെ വയറ്റിൽ വിരകൾ ഉണ്ടായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമാണ് മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാതെ നമ്മൾ എന്ത് വളം കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു ദഹനം അവിടെ നടക്കാതെ വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആ ദഹന പ്രക്രിയയെ കൃത്യമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നം കൂടിയാണ് ഷേത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻക്രീസസ് ഓർഗാനിക് കാർബൺ ലെവൽ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഓർഗാനിക് കാർബൺ ലെവലിനെ കുറിച്ചുള്ള സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്ടീരിയൽ ആക്ടിവിറ്റി സോയിൽ പെട്ടെന്ന് ഡെവലപ്സ് നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സസ്യത്തിന്റെ ഇന്ന് നഷ്ടപ്പെട്ട പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നു. അത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. കാരണം
എല്ലാ സസ്യങ്ങൾക്കും മനുഷ്യർക്കുള്ള പോലെ മൃഗങ്ങൾക്കുള്ള പോലെ പ്രതിരോധ ശേഷിയുണ്ട്. ആ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ സാധിക്കുന്നു. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കാരണം ഒരു മരച്ചീനി നമുക്ക് എടുത്തു നോക്കാം. മരച്ചീനി അവർക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ കപ്പ എന്ന് പറയുന്ന മരച്ചീനി എടുത്ത് നോക്കി കഴിഞ്ഞാൽ മരച്ചീനിക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കയ്പ് രസം ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. അത് പൊട്ടിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കടിക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിന് ഒരു കയ്പ് രസം നമുക്ക് ഫീൽ ചെയ്യും. ആ കയ്പ് രസം ഉൽപ്പാദിപ്പിക്കുവാനുള്ള പ്രതിരോധ ശേഷി, അതുപോലെ ഓരോ സസ്യങ്ങൾക്കുള്ള പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതിരോധ ശേഷിയെ ഇന്ന് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വളപ്രയോഗങ്ങളിലൂടെ മണ്ണിന്റെ ഘടന മാറുന്നതിലൂടെ സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയിലും മാറ്റം വരുന്നു. ആ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരേക്കർ തോട്ടത്തിലേക്ക് 1 ലിറ്റർ എന്നുള്ള രീതിയിൽ വേണം നമുക്ക് 500 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ആണ്. 1 ലിറ്ററിന്റെ ബേസിലാണ് വരുന്നത്. NPK കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷം കിട്ടിയ ഒരു റിസൾട്ടിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. മണ്ണിരകൾ പ്രദാനം ചെയ്ത അല്ലെങ്കിൽ മണ്ണിരകളുടെ ഒരു റിസൾട്ട് ആണ് നമ്മളിവിടെ കാണാം. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ಎಷ್ಟು ಉದ್ದ ಐತೆ ಬಿಡ್ರಿ ಹಿಡಿಬೇಡ್ರಿ. ഇത് നമുക്ക് കർണാടകയിൽ ഉണ്ടായത്. നമ്മുടെ ആദ്യകാലത്ത് കേരളത്തിലേക്ക് ബിസിനസ് വന്നപ്പോൾ കർണാടകയിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് കേരളത്തിലേക്ക് വന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതലായിട്ടുള്ള റിസൾട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ റീസെന്റ് കർണാടകത്തിൽ വന്ന ഒരു റിസൾട്ടിന്റെ വീഡിയോ ആണ് നമ്മൾ ഇവിടെ കണ്ടത്, ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിലൂടെ. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കാം, ഇത് കേരളത്തില് ഞാൻ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പ്രദേശത്ത് കൊടുത്ത് മാമ്പോയിൽ എന്ന് പറയുന്ന ജോസഫ് മാഷിന്റെ സ്ഥലത്ത് കൊടുത്ത് കിട്ടിയ ഒരു റിസൾട്ടാണിത്. മണ്ണിരകൾ നമുക്ക് നോക്കാം. ആ മണ്ണിരകൾ ഇപ്പോൾ കണ്ട വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മണ്ണിരകളുടെ കട്ടി അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. നമ്മളങ്ങനെ മണ്ണിര തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മണ്ണിരകൾ താഴെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നല്ല വലിപ്പമുള്ള പഴയകാലത്ത് നമ്മൾ കാണുന്ന മണ്ണിരകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മണ്ണിരകൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ രാസവളം കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. വലിയ ഈ ഒരു മണ്ണിരകൾ, ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ കർഷകരുടെ മിത്രമായ മണ്ണിരകൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു വർഷക്കാലമായി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു സ്ഥലത്ത് കാണാൻ വേണ്ടി സാധിച്ചതാണ്. ഇപ്പോൾ കമ്പനി പറയുന്ന നമ്മുടെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കും, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മാറ്റും എന്ന് പറയുന്നത് വളരെ കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ മണ്ണിരകൾ കൊടുത്തതിന്റെ റിസൾട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്ത് അവിടെ കാരണം രാസവളം കൊടുത്ത് മഞ്ഞളിപ്പ് ബാധിച്ച് മണ്ണിരകൾ ഇല്ലാതിരുന്ന ഒരു പ്രദേശത്ത് ചെറിയ അളവിൽ കിട്ടിയ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു വർഷക്കാലമായി ഉപയോഗിച്ച് 3ാമത്തെ തവണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു വലിപ്പവും അതിന്റെ ഒരു കരുത്തും നമുക്ക് മണ്ണിരകൾ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആ മണ്ണിരകളാണെന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിന്റെ പറമ്പിൽ ഉണ്ടായിരുന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കാം, നമ്മൾ പറയാറുണ്ട് കാർഷിക മേഖലയിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കുമ്മായം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. കുമ്മായം, ഡോളോമേറ്റ് എന്ന് പറയുന്നത്. കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ രാസപദാർത്ഥമായി മാറുന്ന കക്ക നീറ്റുന്നതിലൂടെ വരുന്ന ഒരു പദാർത്ഥമാണ്. അത് നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മജീവികളെയും ചെറുതവളകളെയും പ്രാണികളെയും മണ്ണിരകളെയും ഒക്കെ നശിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഈ പറഞ്ഞ ഉൽപ്പന്നം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കുമ്മായവും ഡോളോമേറ്റും ഉപയോഗിക്കാതെ തന്നെ ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ നമ്മുടെ മണ്ണിന്റെ ഘടനയെ മാറ്റുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതിന്റെ ചെറിയൊരു എക്സ്പെരിമെന്റ് വീഡിയോയും കൂടെ നമുക്ക് നോക്കാം. കാരണം നമുക്ക് ഇന്ന് കുമ്മായം ഉപയോഗിക്കുമ്പോൾ മണ്ണിരകളിലും അതുപോലെ മൂലകങ്ങളും നഷ്ടപ്പെടുന്നത് നമ്മൾ പറഞ്ഞതിലല്ല, പക്ഷെ മറിച്ച് നമ്മളത് നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മളിവിടെ 4 പ്ലേറ്റിൽ ഡോളോമേറ്റ്, കുമ്മായം, കക്കാപ്പൊടി അതുപോലെ തന്നെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റ് ഉൽപ്പന്നങ്ങൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ മണ്ണിരകൾ മരിച്ചു പോകുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. നമുക്കൊന്ന് നോക്കാം.
കർഷക സുഹൃത്തുക്കളെ, നിതീഷ് തൊലത്തുപോൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ പാത്രത്തിൽ കാണുന്നത് ഡോളോമേറ്റ് ഇട്ടതാണ്, രണ്ടാമത്തെ പാത്രത്തിൽ ഇടുന്നത് കുമ്മായം ഇട്ടതാണ്, മൂന്നാമത്തെ പാത്രത്തിൽ കക്കപ്പൊടി, നാലാമത്തെ പാത്രത്തിൽ നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിച്ച ഒരു 4 പാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4 പാത്രത്തിലും നമ്മൾ മണ്ണിരകളെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 4 പാത്രത്തിലും മണ്ണിരകളെ അപ്ലൈ ചെയ്തതിൽ ഏത് പാത്രത്തിലാണ് മണ്ണിരകൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ മണ്ണിരകൾ ഓൾറെഡി മരണത്തിന്റെ പാതയിലാണ്, പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ കുമ്മായത്തിലെ മണ്ണിരകളും പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കക്കപ്പൊടി ഇട്ട ഒരു പോട്ടിലെ മണ്ണിരകളും പിടയ്ക്കുന്നൊന്നുമില്ല, താഴോട്ട് സഞ്ചരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച മണ്ണിരകൾ ഓൾറെഡി താഴോട്ട് പോയിരിക്കുകയാണ്. അതിപ്പോൾ ഒറ്റ മണ്ണിര മാത്രമാണ് മുകളിലുള്ളത്. അതായത് നമ്മുടെ മണ്ണിരകൾ അല്ലെങ്കിൽ കുമ്മായം ഉപയോഗിക്കുമ്പോൾ മണ്ണിരകളുടെ മരണത്തിലേക്കുള്ള ഒരു മാറ്റം നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഡോളോമേറ്റിൽ നമുക്കത് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിനൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, അതോടൊപ്പം നമ്മൾ കക്കപ്പൊടി സജസ്റ്റ് ചെയ്യുന്നു. കക്ക പൊടിച്ചതാണ്, കക്ക നീറ്റിയതല്ല. അത് കാൽസ്യം കാർബണേറ്റ് ആണ് കക്കപ്പൊടി എന്ന് പറയുന്നത്. കക്കപ്പൊടി നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്, കാർബൺ എന്ന് പറയുന്നത് സസ്യത്തിന്റെ പച്ചപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അത് നമുക്ക് മണ്ണിന്റെ ഘടനയെ മാറ്റുവാനും നമ്മുടെ പ്രൊഡക്റ്റിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഉൽപ്പന്നമായി നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് കുമ്മായങ്ങൾ ഡോളോമേറ്റ് ഉപയോഗിച്ച 15 ദിവസത്തേക്ക് മണ്ണിലേക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ കക്കപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച പിറ്റേ ദിവസം തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. NPK മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടും വളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഘടകത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അടുത്തതായി നമുക്ക് മൂന്നാമത്തെ ഒരു ഘടകമായ ഗ്രോത്തിലേക്ക് നമുക്ക് പോകാം. PGR, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്? സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് പ്രൊമോട്ടറാണ്. അതായത് റൂട്ട് ടു ഫ്രൂട്ട് എന്ന് പറയുന്ന നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ച ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. നമുക്ക് സസ്യത്തിന്റെ വേര് മുതൽ കായഫലം വരെ നമുക്ക് അതിനെ സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. പ്യുവർലി ബയോസ്റ്റിമുലൻസ് ചെയ്തെടുത്ത ഒരു പ്രൊട്ടക്ടർ ആണ്. ഹൈലി പൊട്ടന്റ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. കാരണം ഇന്ന് സസ്യത്തിന്റെ 2 വേരുകളാണുള്ളത്. ഒന്നാമത്തെ വേര് എന്ന് പറയുന്നത് വെളുത്ത വേര്, രണ്ടാമത്തെ വേര് എന്ന് കറുത്ത വേര്. ഇന്ന് വെളുത്ത വേരുകളാണ് ഏറ്റവും കൂടുതലായി സസ്യത്തിന്റെ ഗ്രോത്തിനെ അല്ലെങ്കിൽ പോഷകാഹാരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വേരുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് വെളുത്ത വേരുകളുടെ സാന്നിധ്യം കുറവാണ്. ആ വെളുത്ത വേരുകളെ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്റ്റിംറിച്ചിന്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. വെളുത്ത വേരുകൾ ധാരാളം വരുമ്പോൾ നമ്മുടെ NPK അതുപോലെ തന്നെ ഷേത്ത് ഉപയോഗിച്ച് അവിടെ മണ്ണിന്റെ ഘടന മാറുമ്പോൾ കൂടുതൽ വെളുത്ത വേരുകളെ പ്രൊട്ടക്ട് ചെയ്യുവാനും വെളുത്ത വേരുകളെ പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടി എന്ത് സാധിക്കുന്നു? സ്റ്റിംറിച്ച് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ സാധിക്കുന്നു. രണ്ടാമത്തെ വേരുന്നത് കറുത്ത വേരുകൾ എന്ന്. കറുത്ത വേരുന്ന തായ് വേര് അല്ലെങ്കിൽ വെള്ളം ശേഖരിക്കാനുള്ള ഒരു വേരുകൾ എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് നോക്കാം, പ്ലാവ് അല്ലെങ്കിൽ മാവ് തുടങ്ങിയ വലിയ സസ്യങ്ങളൊക്കെ അതിന്റെ പോഷകാഹാരങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി വേരുകൾ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ബാക്കി വരുന്ന നമ്മുടെ തെങ്ങായാലും കവുങ്ങായാലും അതുപോലുള്ള സാധനങ്ങളൊക്കെ അതിന്റെ ഇലകളുടെ വ്യാപ്തി എവിടം വരെയാണോ അവിടം വരെയാണ് അതിന്റെ വേരുകൾ സഞ്ചരിക്കുന്നത്. ആ വേരുകളിലേക്ക് നല്ല രീതിയിലുള്ള പോഷകാഹാരങ്ങളെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഘടകം കാണ്ഡബലം കൂട്ടുക എന്നുള്ളതാണ്. കാരണം ഇന്ന് പലപ്പോഴും പല ആൾക്കാരും പറയുന്നതാണ് ഇതിന്റെ കമ്പ് ഒടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നു എന്നുള്ളത്. ചില്ല ഒടിഞ്ഞു പോകുന്നു എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ചില്ല ഒടിഞ്ഞു പോകുന്നത്? ഒരു മനുഷ്യന് എല്ലിന്റെ പ്രോബ്ലം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ കാൽസ്യത്തിന്റെ അഭാവമാണ്. നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ കാൽസ്യം വേണ്ട രീതിയിൽ കിട്ടുന്നു, വേരിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അത് സസ്യത്തിന് കൃത്യമായിട്ട് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ ഒഴിവാക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈൽഡിനെ നമ്മൾക്ക് കായഫലം ഒരേ സൈസിലുള്ള കായഫലത്തിനെ നമുക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇലകളുടെ സൈസിനെ മാറ്റം വരുത്തുന്നു. ഫോട്ടോസിന്തസിസ് പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തുന്നു. അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ സ്റ്റിംറിച്ച് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണെന്നുള്ളത് ഈ സ്ക്രീനിന്റെ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിച്ചതും ഇടതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗ്രോത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൽ ഒന്നാമത്തതാണ് വിത്ത് സംസ്കരണം എന്ന് പറയുന്നത്. വിത്ത് സംസ്കരണം എന്ന് പറയുന്നത് 90-92% നമുക്ക് കൂടുതലായിട്ട് വിത്ത് മുളയ്ക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ലീഫ് സ്റ്റേജിലും വെളുത്ത വേരുകളെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഗ്രോത്ത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഉപയോഗിക്കാത്തതിന്റെ റിസൾട്ട് നമുക്ക് ഇവിടെ കാണും.
വെജിറ്റേറ്റീവ് ഗ്രോത്ത് നമുക്ക് നോക്കിയാൽ കാണും, ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ട് നമുക്ക് നോക്കിയാൽ കാണും. ഫ്ലവറിംഗ് സ്റ്റേജ് നമുക്ക് നോക്കിയാൽ കാണും കൂടുതലായിട്ട് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ കായയുടെ സൈസ്, അതുപോലെ തന്നെ കായഫലം. കായഫലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഒരേ സൈസിലായിരിക്കും എന്നുള്ളതാണ് കായഫലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാം ഒരേ സൈസിലായിരിക്കും, ഫസ്റ്റ് ക്വാളിറ്റി കായ കിട്ടും. അതായത് ഒരു ഏത്തക്കൊലയാണെങ്കിൽ ഏത്തക്കൊല താഴെ മുതൽ മുകളിൽ വരുന്ന എല്ലാ കായയും ഒരേ സൈസിലായിരിക്കും. അതുപോലെ ജാതിക്കയാണെങ്കിൽ ജാതിക്ക എല്ലാ ഘടകങ്ങളും ഒരേ സൈസിലായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഇത് കമ്പനിയുടെ സ്ലൈഡാണ് നമ്മൾ കണ്ടത് അല്ലെ. നമുക്കൊന്ന് നോക്കാം, കമ്പനിയുടെ സ്ലൈഡ് അല്ലാതെ നമ്മുടെ സ്ലൈഡ്, നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ടുകൾ എന്താ, അവിടെയാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. കമ്പനി പറയുന്നതും അത് പ്രാക്ടിക്കലിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇത് 2021 നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ചുള്ളിക്കരയിലെ ബെന്നിച്ചേട്ടന്റെ ഒരു തോട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. അതിന്റെ റിസൾട്ടുമാണ് നമ്മൾ ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2021, 22, 23 27 മാസം പ്രായമായ കവുങ്ങിനെ കായ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുന്ന ഏകദേശം 6 ഏക്കർ തോട്ടത്തിലധികം വരുന്ന ഒരു തോട്ടത്തിന്റെ റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഘടകം എന്നത് വെജിറ്റബിൾസിന് കിട്ടിയ റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. വെജിറ്റബിൾസിന് വളരെ മനോഹരമായ രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് വെജിറ്റബിൾസിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കുരുമുളക് നമുക്ക് ചരടിലും അതുപോലെ ചരടിന്റെ സൈസിലും 75 കിലോ പോലും കിട്ടാതിരുന്ന ഒരു തോട്ടത്തിലേക്ക് 7 കിൻഡൽ കുരുമുളക് എടുക്കുവാൻ വേണ്ടി നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അരവഞ്ചാൽ എന്ന് പറയുന്ന പ്രദേശത്ത് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നെറ്റ്സർഫ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ റിസൾട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് മഞ്ഞളിപ്പിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നതാണ് താഴെ നമ്മൾ ഇരിട്ടിയിലെ എടൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു തോട്ടമാണ് കാണുന്നത്. താഴെ മഞ്ഞളിപ്പ് വന്നത് മുകളിൽ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കൂടുതൽ പച്ചപ്പിലേക്ക് എത്തിയ അതേ തോട്ടത്തിന് തൊട്ടപ്പുറത്ത് ഉപയോഗിക്കാതെ വെച്ച മഞ്ഞളിപ്പും ഉപയോഗിച്ചതിലുള്ള പച്ചപ്പും നമ്മളിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം ഏലത്തിന് ഉപയോഗിച്ച ഒരു റിസൾട്ട് കാണാം. ഉപയോഗിച്ചതിന് ശേഷം വന്ന വീണ്ടും 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അത് കായ്ക്കുകയും നല്ല ഫസ്റ്റ് ക്വാളിറ്റി കായയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി താഴെ ഉപയോഗിക്കുന്നതിന് മുന്നേ ഉള്ളതാണ്, മുകളിൽ ഉപയോഗിച്ച് കായ ഫലം കിട്ടിയതിന് ശേഷമുള്ള ഫോട്ടോയുമാണ് നമ്മളിവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിനുള്ളിലുള്ള, അതായത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റീരിയർ ആയിട്ടുള്ള പ്ലാന്റ്സിന് പോലും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന അത്രയും ഒരു ടെക്നോളജിയാണ്, അത്രയും ഓർഗാനിക് ആണ് എന്നുള്ളതാണ്. അത് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള സസ്യത്തിന്റെ അല്ലെങ്കിൽ പൂച്ചെടിയുടെ ഒരു വ്യത്യാസമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് നോക്കാം, നെൽകൃഷിയിൽ വന്ന റിസൾട്ട് നോക്കാം. കണ പൊട്ടുന്നതും അതുപോലെ തന്നെ കിട്ടിയ നമ്മുടെ താഴെ ഉപയോഗിച്ചതാണ്, മുകളിൽ ഉപയോഗിക്കാത്തതാണ്. ഉപയോഗിക്കാത്തതുമായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇവിടെ കാണുവാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം, ഇത് നമ്മുടെ ഉദയഗിരിയിലുള്ള ബേബിച്ചേട്ടനാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. 2021 മുതൽ ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ ഒരു റിസൾട്ട് അദ്ദേഹം ചെറിയൊരു വാക്കുകളിൽ നമ്മോട് സംവദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്, ശ്രദ്ധിച്ചൊന്ന് കേൾക്കൂ. ആകെയുള്ളത് 40 തെങ്ങുകളാണ്. ആ 40 തെങ്ങുകളിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 800-850 തേങ്ങയായിരുന്നു. ഈ വളം ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം 1300-1350 തേങ്ങ ഇത് കിട്ടുന്നു. നമ്മൾ നോക്കണം, 800 തേങ്ങ കിട്ടിക്കൊണ്ടിരുന്ന വളപ്രയോഗത്തിന് വേണ്ടി കൂടുതൽ ലേബർ കോസ്റ്റ് കൊടുക്കേണ്ടി വരുന്ന റോഡില്ലാത്തൊരു വീട്ടിലെ വ്യക്തിയാണ്, ഒരു കുന്നുംപുറത്തുള്ള ഒരു സ്ഥലത്തിന്റെ ഉടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബേബിച്ചേട്ടൻ. പക്ഷെ ബേബിച്ചേട്ടൻ ഇന്ന് പറിച്ചുകൊണ്ടിരിക്കുന്ന 40 തെങ്ങിന്ന് 1350 തേങ്ങയാണ്. ബാക്കിയുള്ള വസ്തുക്കൾ ആർക്കും ഉണ്ടെങ്കിൽ നമ്പർ ഷെയർ ചെയ്തിരാം, അദ്ദേഹത്തോട് നേരിട്ട് തന്നെ ചോദിക്കാം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇത് നമ്മുടെ പ്രിയപ്പെട്ട കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന വേറൊരു വ്യക്തിക്ക് ഉടമയാണ്, നമ്മുടെ ഉളിക്കലിലെ നമ്മുടെ പൊഴിയത്ത് ജോസാർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ അനുഭവം നമ്മൾ ഇതിനിടയ്ക്ക് കേട്ടതാണ്. ജാതിക്കയ്ക്ക് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്ത, കാരണം ഇതിന്റെ റിസൾട്ട് മറ്റ് ജനങ്ങൾ അറിയണം എന്ന് വെച്ചത് കൊണ്ട് തന്നെ 2 ജാതി തൈകൾക്ക് ഉപയോഗിക്കാതെ അദ്ദേഹം വെക്കുകയും അതിന്റെ റിസൾട്ട് എന്താണെന്ന് അദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. വളം ഉപയോഗിക്കാത്ത ജാതിയാണ്, ഉപയോഗിച്ചത് അപ്പുറത്ത് കണ്ടത് ഉപയോഗിക്കാത്തതാണ്. അതിന്റെ വ്യത്യാസം രാവും പകലും പോലത്തെ വ്യത്യാസം മരം തമ്മിൽ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതേ പറയുന്നത് രാവും പകലും പോലുള്ള ഒരു വ്യത്യാസം നമുക്ക് ഈ മരത്തിലേക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു, ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള സസ്യങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ
സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങൾക്ക് വേണ്ടി NPK, സസ്യത്തിന്റെ വളത്തിന് വേണ്ടി സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി ഷേത്ത്, അതോടൊപ്പം തന്നെ ഗ്രോത്തിന് വേണ്ടി സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ 800 തേങ്ങയിൽ നിന്നും 1350 തേങ്ങയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ 25 ഷീറ്റ് റബ്ബറിൽ നിന്നും 25 ഷീറ്റിൽ നിന്നും 56 ഷീറ്റിലേക്ക് ഒരു കർഷകന് എത്താൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ 1 കിൻഡൽ ജാതിക്കയിൽ നിന്നും 1.5 കിൻഡൽ 2 കിൻഡൽ ജാതിക്കയിലേക്ക് ഫസ്റ്റ് ക്വാളിറ്റി ജാതിക്കയായി എത്തുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ, മണ്ണിന്റെ ഘടനയെ മാറ്റുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അവിടെയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം നമ്മൾ തിരിച്ചറിയുകയും ആ വളപ്രയോഗം കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യുക, അവിടെയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് കൃത്യമായി മണ്ണിലേക്ക് അപ്ലൈ ചെയ്യണം. കെമിക്കൽ ഉപയോഗിച്ചായിട്ട് ബാരല്, ഡ്രം, സ്പ്രേയർ, മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഈവൻ സോപ്പ് പൊടിയോ ഉപയോഗിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം. സോപ്പ് പൊടിയോ ഉപയോഗിച്ച ബക്കറ്റ് പോലും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. കാരണം ഇതൊരു ജീവാണുവളമാണ്. ഈ ജീവാണുവളം കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. ഇനി അഥവാ നമുക്ക് ഡ്രം അത് മാത്രമേ ഉള്ളൂ എങ്കിൽ, സ്പ്രേയർ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ, ബക്കറ്റ് അത് മാത്രമേ ഉള്ളൂ എങ്കിൽ, കല്ലുപ്പ്, പുളി, മഞ്ഞൾ ഇട്ടുകൊണ്ട് ചൂടുവെള്ളത്തിൽ കഴുകി നമുക്ക് ഈ പ്രൊഡക്റ്റിനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പൂർണ്ണമായി മണ്ണിൽ വീഴണം. മണ്ണിൽ വീണ് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അതിലേക്ക് മണ്ണിൽ വീഴുന്ന രീതിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. കൃത്യമായി അപ്ലൈ ചെയ്യുക. ഓരോ ക്രോപ്പിനുമുള്ള രീതികൾ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. കാരണം ഓരോ ക്രോപ്പിനും വ്യത്യസ്തങ്ങളായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ പ്രൊഡക്റ്റിൽ മിക്സ് ചെയ്യേണ്ട ഒരേ രീതിയിലാണെങ്കിലും ക്രോപ്പിനനുസരിച്ചാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. വലിപ്പത്തിലും ചെറുപ്പത്തിലുമുള്ള പ്രായത്തിലുള്ള സസ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ആവശ്യമായ രീതിയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊടുത്തെങ്കിലാണ് നമുക്ക് കൂടുതലായിട്ട് റിസൾട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഉള്ള അളവിലല്ലാതെ മിക്സ് ചെയ്യുമ്പോൾ, അതുപോലെ ഇത്തരത്തിൽ രീതിയിലുള്ള മിക്സിംഗ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് റിസൾട്ട് ഇല്ലാതെ വരാം. അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ഉൽപ്പന്നമാണ് ബയോ-90 എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഗമ്മർ, സ്പ്രെഡർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു സിലിക്കൺ ബേസ്ഡ് സർഫേസ് ആക്റ്റീവ് സ്പ്രെഡറും അതുപോലെ തന്നെ ഗമ്മറുമാണ്. അത് നമുക്ക് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു 2 ഇലയെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇത് സ്പ്രെഡറായിട്ട് ഉപയോഗിക്കുമ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ സ്റ്റിംറിച്ച് അതുപോലെ തന്നെ ഇൻഡാക്റ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് കൂടെ 3 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്നുള്ള രീതിയിൽ ആവശ്യമാണെങ്കിൽ, വലിയ മഴയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ, പിടിച്ചു നിർത്താനൊക്കെ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വളപ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ നമ്മളിവിടെ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കീട സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. സസ്യത്തിന്റെ കീടങ്ങളെ നശിപ്പിക്കുന്നതിന്, കണ്ണിൽ കാണുന്ന മുഴുവൻ കീടങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഇക്കോ ഫ്രണ്ട്ലി ആൻഡ് എഫക്റ്റീവ് സക്കിംഗ് ഇൻസെക്ട്സ് ഗാർഡ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഇതില് എല്ലാം തന്നെ ഓർഗാനിക് ലെവലിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്യുമ്പോൾ 10,000 ppm ഉള്ള വേപ്പെണ്ണ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇതുവരെ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും കൂടിയ ppm ഉള്ള വേപ്പെണ്ണയെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ സ്പ്രേ ചെയ്യാം. ഇതിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ കീട നിയന്ത്രണത്തിന് ആവശ്യമായ ഒരു പ്രത്യേകം ഹെർബ്സ് ഒന്നും തയ്യാറാക്കിയ ഒരു മിശ്രിതമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. അത് സ്പ്രേ ചെയ്യുമ്പോൾ അതിന്റെ മണത്തിലേക്ക് ആകർഷിക്കുകയും കീടങ്ങൾ ആ മണം ഭക്ഷണം എന്നുള്ള രീതിയിൽ ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ വായ തമ്മിൽ ഒട്ടിപ്പിടിച്ച് പാരാലിസിസ് ആയി മരിച്ചു പോകുന്ന ഒരു സിസ്റ്റം, അതിന്റെ സ്പേം പോലും മരിച്ചു പോകുന്ന ഒരു സിസ്റ്റമാണ് ഇൻടാക്റ്റിൽ ഉണ്ടാകുന്നത്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻടാക്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ അത് 2-3 ദിവസത്തിനുള്ളിലാണ് അതിന്റെ റിസൾട്ട് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. തികച്ചും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. ഈ കാണുന്ന കീടങ്ങൾക്കൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്ന, വെള്ളീച്ചകൾക്ക് പോലും നമ്മുടെ ജോസഫ് സാർ, ഉളിക്കലിലുള്ള പുഴയത്ത് ജോസഫ് സാറൊക്കെ നമ്മുടെ കശുമാവിനൊക്കെ വെള്ളീച്ചയെ നേരിടാൻ വേണ്ടി പോലും ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ പറയുന്ന ഇൻടാക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സസ്യത്തെ ആക്രമിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫംഗിസൈഡ് ആണ്. ആ ഫംഗിസൈഡിന് വേണ്ടി ഉപയോഗിക്കുന്ന തികച്ചും നാനോ ബയോടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച ഇസ്രായേലി ടെക്നോളജിയാണ് റാപ്പപ്പ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. റാപ്പപ്പ് എന്ന 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സസ്യത്തിന് ഒരു ആവരണം പോലെ കിടക്കുകയും മറ്റ് മോശം വൈറസുകളെയും ബാക്ടീരിയകളും ഒക്കെ ഭക്ഷിക്കുകയും സസ്യത്തെ പ്രതിരോധ ശേഷി വീണ്ടെടുത്തുകൊണ്ട് ഓർഗാനിക് ആയിട്ട് നമുക്ക് നമ്മുടെ
ഫംഗസിന്റെ സംരക്ഷണത്തിന് നേരിടാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് റാപ്പപ്പിന്റെ പ്രത്യേകത. നമ്മുടെ 3 വർഷക്കാലമായി ഉപയോഗിക്കുന്ന അലക്സാറിന്റെ തോട്ടത്തിൽ റാപ്പപ്പ് മിക്സ് ചെയ്ത് വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പട്ടി വന്ന് കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ പട്ടി ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. കാരണം അത്രയും മനുഷ്യർക്കോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാത്ത ഉൽപ്പന്നങ്ങളെയാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. കാരണം നമുക്കറിയാം, വലിയൊരു പാമ്പ് പിടുത്തക്കാരനാണ് വാവാ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വാവാ സുരേഷിനെ അവസാനമായി പാമ്പ് കടിച്ച ഒരു വീഡിയോ രംഗം നമ്മൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിന് പാമ്പ് ഈ പറഞ്ഞ ചാക്കിലേക്ക് കയറ്റുവാൻ വേണ്ടി 3, 4, 5 തവണ ശ്രമിച്ചപ്പോ ആ ചാക്കിലേക്ക് കയറാതെ തിരിച്ചു കൊത്തുന്ന ഒരു അവസ്ഥ അന്നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഉണ്ടായ പഠനത്തിൽ നിന്ന് മനസ്സിലായത് ആ ചാക്ക് പൊട്ടാഷ് ഉപയോഗിച്ചതായിരുന്നു. പൊട്ടാഷ് എന്ന് പറയുന്നത് ഒരുപക്ഷെ പാമ്പിന് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് രാസവളങ്ങൾ വലിയ പ്രോബ്ലം സൃഷ്ടിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോ അത്തരത്തിൽ നമ്മുടെ സസ്യങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ ഈ പറഞ്ഞ കെമിക്കലിലൂടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമുക്കിത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പശുക്കൾക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ജന്തുക്കൾക്കോ പ്രാണികൾക്കോ ഒരു പ്രോബ്ലംസും ഇല്ലാത്ത രീതിയിൽ ഒരു ഓർഗാനിക് കൺവേർഷനിലേക്ക് നമുക്ക് മാറ്റുവാൻ വേണ്ടി സാധിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ റാപ്പപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫംഗിസൈഡിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അത് നമുക്ക് തികച്ചും ഓർഗാനിക് ആയി മാറ്റി സസ്യത്തെ മാറ്റുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ റാപ്പപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് ആണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. എന്താണ് എൻകൗണ്ടർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം, അത് നമ്മുടെ കളനാശിനിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇന്ന് നിരോധിത ഉൽപ്പന്നങ്ങളായ റൗണ്ടപ്പും എൻഡോസൾഫാനും അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മണ്ണിന്റെ ഘടനയെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഓരോരുത്തരും മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ഓർഗാനിക്കായി നമ്മുടെ കളകളെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് വലിയ ഒരു കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് എൻകൗണ്ടർ. മണ്ണിന്റെ ഘടനയെ മാറ്റം വരുത്തുന്നില്ല, സസ്യത്തെ ഈ പറഞ്ഞ കളകളെ ചീച്ച് കളഞ്ഞ് ആ പ്രതലത്തിൽ അതൊരു വലിയ നമ്മുടെ ഒരു വളമാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ CFC+ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ പശുക്കൾക്കും അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾക്കും ഒക്കെ കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് CFC+ എന്ന് പറയുന്നത്. ആ CFC+ 36-ലധികം വരുന്ന വിറ്റമിൻസും മിനറൽസും എൻസൈംസും ഒക്കെ അടങ്ങിയ പ്രീബയോട്ടിക് പ്രോബയോട്ടിക്സ് അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് CFC+ എന്ന് പറയുന്നത്. വിറ്റമിൻ എ, വിറ്റമിൻ D3, വിറ്റമിൻ ഇ, ശതാവരി, മേത്തി, വിധാരികണ്ട്, കാൽസ്യം, ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം, മാംഗനീസ്, അയോഡിൻ, അയൺ തുടങ്ങിയവയൊക്കെ അടങ്ങുന്ന ഒരു ഉൽപ്പന്നമാണ്. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ പശുക്കളെ നമ്മൾ തോട്ടത്തിലേക്ക് അഴിച്ചുവിട്ടിട്ടായിരുന്നു ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആ ഫുഡിലൂടെ പാല് തരണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഇന്നും പൂർണ്ണമായും കെമിക്കൽ മുക്തമായ ഒരു ഫുഡ് നമ്മൾ പശുക്കൾക്ക് കൊടുക്കുമ്പോൾ പാലിന് ഗുണമില്ലാതെ വരുന്നു, പാൽ ഉൽപ്പന്നങ്ങൾക്ക് ഗുണമില്ലാതെ വരുന്നു, അതുപോലെ തന്നെ ഫാറ്റ് ഇല്ലാതെ വരുന്നു, റീഡിംഗ് ഇല്ലാതെ വരുന്നു, ചാണകത്തിൽ പോലും മൂലകങ്ങളില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് CFC+. പശുവിന്റെ പാലിൽ 10 മുതൽ 15% വരെ വർദ്ധിക്കുന്നു. ഫാറ്റ് പെർസെന്റേജും പ്രോട്ടീൻ കണ്ടന്റും വർദ്ധിപ്പിക്കുന്നു. ഇൻക്രീസ് ലാക്ടേഷൻ പീരീഡ് ആൻഡ് സസ്റ്റെയിൻ മിൽക്കിന്റെ സസ്റ്റൈനബിലിറ്റി നിലനിർത്തുന്നതാണ്. ഇതിപ്പോ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് കുറെ നാളുകളിലേക്ക് ആ സസ്റ്റൈനബിലിറ്റി നമുക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ CFC+ എന്ന് പറയുന്നത്. പക്ഷികൾക്കും പക്ഷി മൃഗാദികൾക്കും കുതിരകൾക്കും എല്ലാത്തിനും കോഴികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റിയ ഒരു ഉൽപ്പന്നമാണ്. അതോടൊപ്പം തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് ആണ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലായി മീൻ കൃഷി നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു ഉൽപ്പന്നമാണ് അക്വാ ഫീഡ്, അക്വാ കൾച്ചർ, അക്വാ ക്ലിയർ എന്ന് പറയുന്നത്. അതായത് മീനുകളുടെ ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിന് മീനുകളെ തീറ്റയായിട്ട് ഫീഡ് സപ്ലിമെന്റ് ആയി കൊടുക്കുന്ന അക്വാ ഫീഡ്, അതുപോലെ തന്നെ അക്വാ ക്ലിയർ എന്ന് പറയുന്ന വെള്ളത്തെ ശുദ്ധീകരിക്കുന്നത്, അതുപോലെ തന്നെ അക്വാ കൾച്ചർ എന്ന് പറയുന്ന വെള്ളത്തിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഫിഷിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിലാണ് ഇന്ന് ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന കഴിഞ്ഞ 23 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഇവിടെ ഇനി അടുത്തതായി വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കഴിഞ്ഞ 1.5 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഇരിട്ടിയിലെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ എടൂർ എന്ന് പറയുന്ന പ്രദേശത്തെ പ്രിയപ്പെട്ട ജോസാറിന്റെ അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കുക. സമ്മിശ്ര കർഷകനാണ്.
സമ്മിശ്ര കർഷകനുള്ള കണ്ണൂർ ജില്ലയിലെ അവാർഡ് നേടിയ ആറളം ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഇരിട്ടി ബ്ലോക്കിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ നിരവധിയായിട്ടുള്ള സോഷ്യൽ സർവീസ് സംഘടനകളിൽ നിന്നും നിരവധി കാർഷിക മേഖലയിലെ അവാർഡുകൾ നേടിയ ഒരു വ്യക്തിയാണ് ഇനി ഇവിടെ നമ്മളോട് സംവദിക്കാൻ വേണ്ടി പോകുന്നത്. 1.5 വർഷക്കാലം നമ്മുടെ ഉൽപ്പന്നങ്ങൾ സമ്മിശ്ര കാർഷിക 17 ഏക്കറിലധികം വരുന്ന തോട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ നിങ്ങൾ ഇന്നിവിടെ കേൾക്കണം. ആ നെറ്റ്സർഫ് നമ്മൾ ഇനി ട്രെയിനിങ്ങിലൂടെ പറഞ്ഞു കഴിയുമ്പോൾ ഉപയോഗിച്ച ഒരാളുടെ വാക്കുകളിൽ നിന്നും കാർഷിക മേഖലയിൽ 50 വർഷത്തിലധികമായി സേവന പാരമ്പര്യമുള്ള പ്രിയപ്പെട്ട ജോസ് സാറിന്റെ വാക്കുകളിൽ നമുക്കത് കേൾക്കുമ്പോൾ അത് കൂടുതൽ ഉത്തേജനം നൽകും എന്നതിൽ ഒരു സംശയവുമില്ല. വലിയൊരു മാറ്റം നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനി കാർഷിക മേഖലയിലേക്ക് ഉണ്ടാക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസ് സാറിന്റെ അനുഭവക്കുറിപ്പിലേക്ക് നമുക്ക് പോകാം. ഒരിക്കൽ കൂടി ജോസ് സാറിനെ സ്നേഹപൂർവ്വം ഈ ഒരു ട്രെയിനിങ് സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കഴിഞ്ഞ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ 50 വർഷക്കാലം കാർഷിക മേഖലയിൽ വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും കാർഷിക മേഖലയിൽ വളപ്രയോഗത്തിന് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള രാസവളങ്ങളായിട്ടും മറ്റ് വളങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും അദ്ദേഹത്തിന്റെ അനുഭവം കർഷകർക്ക് വലിയ ഒരു ആശ്വാസമായിരിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരിക്കൽ കൂടി നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി അദ്ദേഹത്തിനോടുള്ള സ്വാഗതവും അതോടൊപ്പം തന്നെ ഈ ഒരു അവസരം അദ്ദേഹത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ഓവർ ടു യു ജോസ് സാർ. ഹലോ 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 കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. ഞാൻ കണ്ണൂർ ജില്ലയിൽ ആറളം പഞ്ചായത്തിലെ എടൂർ മേഖലയിലെ ഞണ്ടുകണ്ടി എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു സാധാരണ കർഷകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ നെറ്റ്സർഫിന്റെ മീറ്റിംഗിൽ പങ്കെടുപ്പിച്ച എന്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ നിതീഷ് സാറിനോട് അതുപോലെ തന്നെ നെറ്റ്സർഫ് കമ്പനിക്ക് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ കഴിഞ്ഞ 50 വർഷക്കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കർഷകനാണ്. എന്നിരുന്നാലും ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഒരിക്കലും ഞാൻ നിങ്ങളെ പറഞ്ഞു അവാർഡുകൾ കിട്ടി, ബ്ലോക്ക് ജില്ലാ തലത്തിലൊക്കെ കിട്ടിയതാ. എന്നിരുന്നാൽ പോലും നമ്മൾ കാലാകാലങ്ങൾ ചില മാറ്റങ്ങൾ കൃഷിയിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തിയിരുന്ന ഒന്ന് ചാണകം, എല്ലുപൊടി, അതുപോലെ തന്നെ എല്ലുപൊടി, കുമ്മായം, ചാരം, അങ്ങനെയുള്ള ജൈവ വളങ്ങളാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇടക്കാലത്ത് പിന്നീട് രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുകയും അതെല്ലാവരും തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മണ്ണിന്റെ ഫലപുഷ്ടിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ കർഷകരെല്ലാം നിരാശരായി നിൽക്കുകയാണ്. വിളവുകൾ കിട്ടുന്നില്ല, വിലയില്ല. ഇങ്ങനെ എല്ലാ തരത്തിലും വിഷമിക്കുന്ന ഈ അവസരത്തിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം 1.5 വർഷങ്ങൾക്ക് മുമ്പ് നിതീഷ് സാറും അതുപോലെ തന്നെ പൊഴിയത്ത് ജോസ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിന്റെ സമീപ പ്രദേശത്തുള്ള ആളാണ്. അദ്ദേഹവുമാണ് എൻ്റെ കൃഷിയിടത്തിൽ കടന്നു വരികയും എന്നോട് പൊഴിയത്ത് ജോസ് എന്ന ആൾ ജോസ് ചേട്ടാ കൃഷി നടത്തണം, എൻ്റെ തോട്ടം ഒന്ന് കാണാൻ, നെറ്റ്സർഫിന്റെ ഒരു വളമുണ്ട്, അപ്പൊ അത് വളരെ നല്ലതാണ്, എല്ലാത്തിനും നല്ല വിളവ് കിട്ടും, എൻ്റെ ജാതി തന്നെ കായ്ച്ച് ഞാൻ തന്നെ കൃഷി അതിൽ വളം ഇടാത്ത നിർത്തുന്നുണ്ട്, അല്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ കശുമാവ്, കവുങ്ങ് എല്ലാ കൃഷികളും ഞാൻ പോയി കണ്ടു, ശ്രദ്ധിച്ചു. അപ്പോൾ ജാതിക്കെല്ലാം നിറച്ച് കായ്ച്ചു കിടക്കുന്നുണ്ട്, അത് വളയിടാത്തതിന് കായില്ലായിരുന്നു. അതുപോലെ തന്നെ പല ഇവരെ എനിക്ക് തന്ന അഡ്രസ് പ്രകാരം ഞാൻ പലരുടെ ഫോൺ നമ്പർ വിളിച്ചു. 6 മാസത്തോളത്തിന് മുമ്പ് ഞാൻ പലരെയും വിളിച്ച് പലരുടെയും തോട്ടങ്ങൾ കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഞാൻ ഈ നെറ്റ്സർഫിന്റെ വളത്തിലേക്ക് കടന്നത്. ആദ്യമായി ഞാൻ കവുങ്ങ്, അതുപോലെ തന്നെ കവുങ്ങ്, പിന്നെ കാപ്പി, കുരുമുളക്, കശുമാവ്, കപ്പ, റബ്ബറ്, പിന്നെ CFC പശുവിന് കൊടുക്കേണ്ട CFC, അതുപോലെ വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ്, മീൻ കൃഷി എന്ന് തന്നെയല്ല. നിങ്ങൾക്ക് എന്നെ ശ്രമിക്കുന്നവർക്ക് മനസ്സിലാവും, സമ്മിശ്ര കർഷകനാണ്. 10-15 ഏക്കറിലധികം വരുന്ന സ്ഥലമാണ്, നിറച്ച് കൃഷിയാണ്. മുഴുവൻ കൃഷിക്കും ഞാൻ ഒരു തല മുതൽ ഈ വളമാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് കാരണം നേരത്തെ ഞാൻ 1.5 കൊല്ലം മുമ്പ് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ എൻ്റെ അനുഭവമാണ്. ഒന്ന് കവുങ്ങ് 15 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, നല്ല കറുപ്പായിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. അതുപോലെ തന്നെ കവുങ്ങിന് ഞാൻ ചെയ്യാതെ ഒരു തരം മാറ്റി നിർത്തി. അത് തീരെ
അതിനകത്തെല്ലാം മഞ്ഞ നിറം പോലെ തന്നെ അവിടെ നിന്നു. എന്റെ തോട്ടം നേരത്തെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ട്. എന്റെ അടുത്തുള്ള തോട്ടം ചെയ്യാത്തത് നിങ്ങളെല്ലാം കണ്ടതാണ്. അതുപോലെ തന്നെ കപ്പയ്ക്ക് ഞാൻ തന്നെ ഒരു സൈഡിലെ കപ്പയ്ക്ക് ചെയ്യാതെ നിർത്തി. അതിനും വളരെയധികം മാറ്റം നേരെ വ്യത്യാസങ്ങൾ കാണാം. അതിന്റെ ടേസ്റ്റിന് പോലും ഞങ്ങളിപ്പോ പറിച്ചു നിന്നപ്പോൾ വളരെ മാറ്റമാണ് കപ്പയ്ക്ക് കാണുന്നത്. അതുപോലെ തന്നെ പച്ചക്കറി മുളക് ഇത്തവണ ഞങ്ങൾ പറിച്ച് പത്തനമുളകൊക്കെ ഒരുപാട് കൂടുതൽ കായ് പ്രത്യേകിച്ച് ചിമ്മിച്ച് 15 ദിവസം കൂടുമ്പോൾ അടിച്ചു കഴിഞ്ഞാൽ വളരെ മാറ്റമാണ്. നിറച്ച് കായാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഇപ്പൊ കർഷകർക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് റബ്ബർ. ഇതുവരെ ഞാൻ ഇത്രയും നാൾ കൃഷി ഈ റബ്ബറിന് ഒരു പിന്നെ 2 ലിറ്റർ NPK ഷേറ്റ് സിബ്രിച്ച് അടക്കം ഒരു 2 മില്ലി 1 ലിറ്റർ വെച്ചുള്ള അനുപാതത്തിൽ 2 ലിറ്റർ കലക്കി ഒഴിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പാലിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ അല്പസുണ്ട്. അത് 2 ആഴ്ച 3 ആഴ്ച 1 മാസം ആകുമ്പോ തന്നെ 3 ആഴ്ച മതി. ഞാൻ പിന്നെ പറഞ്ഞാണ് 3 ആഴ്ച ആകുമ്പോ തന്നെ മാക്സിമം പാലെടുത്താണ്. അതായത് നമുക്ക് 10 ഷീറ്റ് ഉള്ള ആൾക്ക് അല്ലെ 20 ഷീറ്റ് അല്ലെങ്കിൽ 22 ഷീറ്റ് 18 ഷീറ്റ് ഈ രീതിയിലേക്ക് വളരെ മാറ്റമാണ്. കാരണം ഞങ്ങൾ തന്നെ ഞാനും നിതീഷ് അടങ്ങുന്ന ടീം ഞങ്ങൾ ചെമ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉറുമ്പിൽ തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ തോട്ടത്തില് ഞങ്ങൾ തന്നെ നേരിട്ട് ഞാൻ ചെയ്തതാണ്. എനിക്ക് അനുഭവങ്ങൾ ഒരുപാട് കിട്ടി ആണ്. അതുപോലെ തന്നെ ഉറുമ്പിൽ തോമസ് പറഞ്ഞ 250 മരത്തിൽ തന്നെ 50-52-50-ലധികം ഷീറ്റുകൾ കിട്ടി. ഈ കഴിഞ്ഞ 1.5 മാസം ആയിട്ടുള്ളൂ അദ്ദേഹം ചെയ്തിട്ട്. ഭയങ്കര സംതൃപ്തിയാണ്. അപ്പൊ ഞാൻ ഈ സാധനം തന്നെ ആദ്യമായിട്ട് ഞാൻ എന്റെ തോട്ടത്തിൽ ചെയ്തു. പിന്നീട് ഞാനിത് ആൾക്കാർ പറഞ്ഞു യൂസ് ചെയ്യേണ്ടത് വരുത്തി തരണം. ഞാൻ കൃഷികളെല്ലാം കണ്ടു, കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവർക്കെല്ലാം ഇങ്ങനെ വരുത്തി കൊടുത്തു. അപ്പൊ എല്ലാവർക്കും വളരെ നല്ല റിസൾട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ റബ്ബറിന് ഒരു പരിധി വരെ പട്ടമരപ്പ് ഇല പൊഴിയാതിരിക്കുക, നമുക്ക് മരുന്നടിക്കാൻ. ഞാനൊക്കെ ഒരുപാട് മരുന്നടിക്കാൻ ബോർഡോ മിശ്രം സ്പ്രേ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ അതുപോലും വേണ്ടാതെ നല്ല പച്ചപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സാമ്പത്തികമായ ലാഭമാണ് നമ്മൾക്ക് വരുന്നത്. അതുപോലെ തന്നെ ലേബർ ചാർജ് ഒരുപാട് കുറവാണ്. ഇപ്പൊ പലരും പറയും വെള്ളം കൊണ്ടുപോകുന്ന ഒരു പ്രശ്നം റബ്ബറിനുണ്ട്. ആ വെള്ളം കൊണ്ടുപോകാൻ പലതരത്തിലുണ്ട്. ഒന്ന് വേണമെങ്കിൽ ടാർപ്പ കെട്ടി നടുക്കൊരു തുള ഉണ്ടാക്കിയാൽ അവിടെ ബാരൽ വെച്ചാൽ മതി. അല്ലെ റബ്ബറേലെ തുണിയായ പ്ലാസ്റ്റിക്കൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ബാരൽ വെച്ചാൽ മതി. 2 വെച്ചാൽ നമുക്ക് വെള്ളം കിട്ടുന്ന പുറത്തോട്ടത്തിൽ 100 റബ്ബറിന്റെ ഇടയ്ക്ക് വെച്ചാൽ മതി. അങ്ങനെ അകലത്തിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് വെള്ളം സംഭരിക്കാൻ പറ്റും. അതല്ലെങ്കിൽ തോട്ടത്തിൽ ഒരു കുഴിയെടുത്ത് അതിനകത്ത് ടാർപ്പായിട്ടാലും നമുക്ക് ആ മഴയുള്ളപ്പം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും വെള്ളം കിട്ടാൻ പറ്റും. അതുകൊണ്ട് വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ റബ്ബറില്ല. അപ്പം ആ ഒരു വിഷയവും വരുന്നില്ല. അപ്പം അതാണ് പലരും പറയുന്നത് കുന്നാണ് വഴിയുമില്ലാത്തത്. വഴിയില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. എന്തായാലും ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിലെ ഉള്ളത് റബ്ബറാണ്. അത് ഏറ്റവും വലിയ ഒരു വരുമാനമാണ്, ഒരു ആശ്വാസമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പശുവിനും ഞാൻ പരീക്ഷിച്ച് നോക്കി. അത് തന്നെ ഒരു 15 ദിവസം ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കും കൊടുത്തിട്ട് ഇത് കാര്യം തീറ്റയല്ല, ഇതൊരു ഹോർമോണെല്ലാം വർദ്ധിച്ച് ശരീരത്തിന് നല്ല പുഷ്ടി വന്നു കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് പാലുകൾ കുറേശ്ശെ കൂടാൻ തോന്നും. അങ്ങനെ കൂടിയിട്ട് ഒരു 10-30 ദിവസം ആകുമ്പോഴത്തെ മാക്സിമം പാലുകൾ വരും. ഒരു 15%-20% വരെയൊക്കെ പാല് കൂടാം. ഞാൻ DRC നോക്കിയതിന് ഫാറ്റൊക്കെ കൊണ്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അതൊക്കെ മാറ്റങ്ങൾ വളരെ മാറ്റമാണ്. അതിനകത്ത് നമുക്ക് ഒരു ലിറ്റർ തന്നെ പൈസ കിട്ടും. എന്റെ നൈബറായിരിക്കുന്ന സിബി നരിക്കുന്നൽ എന്ന് പറഞ്ഞ അദ്ദേഹം 2 പശുക്കളുണ്ട്. അദ്ദേഹത്തിന് 30 ലിറ്റർ 25 ലിറ്റർ പാല് കിട്ടിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞ എനിക്ക് യൂസ് ചെയ്യട്ടാ 30 ലിറ്റർ പാലോളം കിട്ടി. എന്റെ ഫാറ്റ് അതെല്ലാം മാറി 4 രൂപ അതിൽ തന്നെ എനിക്ക് മാറ്റം കിട്ടി. അപ്പൊ 30 ലിറ്റർ 34 100 അങ്ങനെ കിട്ടുന്നു. 5 ലിറ്ററിന് കിട്ടുന്ന 45 രൂപ 50 രൂപ കിട്ടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് 200-250 രൂപയുടെ മുകളിൽ 300 താഴെ ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആണ്. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് അത്യാവശ്യം ഞാനിപ്പോൾ ഈ മേഖലയിൽ എല്ലാവരുമായിട്ട് ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ അതിന്റെ ലാഭത്തിന് വേണ്ടിയല്ല. എന്നോട് കമ്പനി പോലും പറഞ്ഞു ചേട്ടാ നിങ്ങൾക്ക് ഒരു പഞ്ചായത്തിന്റെ ആളായിരുന്നു, ജില്ലയിലെ മിച്ച കർഷകൻ, ഒരു ബോധവൽക്കരണം മറ്റുള്ളവർക്ക് കൊടുത്താൽ അതൊരു വലിയൊരു ഉപകാരമായിരിക്കും മറ്റ് കർഷകർക്ക്. അവരെല്ലാം വളരെയധികം പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ആശ്വാസവും കൂടുതൽ വരുമാനവും കിട്ടുമെന്നതിന്റെ കുറച്ച് വെളിച്ചത്തിലാണ് ഞാൻ ഈ രംഗത്തേക്ക് ആൾക്കാരുകൾ കൊടുക്കുകയും നിതീഷ് തന്നെ സാധാരണ നേരത്തെ എന്റെ വീട്ടിലെ അദ്ദേഹം ഇടക്കിടയ്ക്ക് വരും. അങ്ങേര് പറയുന്ന പോലെ തന്നെ പ്രവൃത്തിയാണ്. അതായത് ഞാൻ സാധാരണഗതിയിലാണെങ്കിൽ എനിക്കും അതുപോലെ പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കണം. അപ്പൊ അങ്ങേര് അവർ ആ ചെറുപുഴയിൽ നിന്ന് ഏതാണ്ട് 100ഓളം കിലോമീറ്റർ 80 കിലോമീറ്ററിന് പോകുന്നുണ്ട്. ഇവിടെ വന്ന് ഞങ്ങൾ 2 പേരും കൂടെ മിക്കവാറും 2 ദിവസം ഉണ്ടാകും എന്റെ വീട്ടിൽ താമസിക്കും. അങ്ങനെ താമസിച്ച് ഇവിടെയുള്ള നല്ല കർഷകരെയെല്ലാം ഞങ്ങൾ കണ്ട് എല്ലാവരുമായിട്ട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് അവർക്കെല്ലാം ബോധവൽക്കരണം കൊടുത്ത് ഇപ്പൊ എല്ലാവരും തന്നെ ഞാൻ തന്നെ ഏതാണ്ട് ഒരു
ലിറ്റർ 700-800 ലിറ്റർ ചേർത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഏതാണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ 10-65 രൂപയുടെ ഈ മിനിഞ്ഞാൻ തന്നെ ഞാൻ ബാംഗ്ലൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നല്ല ഒരു വളമായിട്ട് നാളെ ഇതുവരെ 50 വർഷമായെങ്കിലും ഏറ്റവും നല്ല വളമായിട്ട് ഞാൻ കാണുന്നു. ജോസേട്ടാ അതൊന്ന് മ്യൂട്ടായി പോയിട്ടുണ്ട്. ജോസാർ അതൊന്ന് മ്യൂട്ടായി പോയിട്ടുണ്ട്. ഒന്നാ ഓക്കെ. അപ്പൊ അങ്ങനെ പൊഴിയത്ത് ജോസ് എന്ന അദ്ദേഹമാണ് എന്നെ ഈ രംഗത്തേക്ക് വരുത്ത ഏതായാലും ആശ്വാസമാണ്. പ്രത്യേകിച്ച് നിധി സാറും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ദാമോദര സാറ്, അദ്ദേഹം മംഗലാപുരമാണ്. കാസർഗോഡാണെങ്കിൽ മംഗലാപുരം മാർക്കറ്റ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. വിഷ്ണു സാറുണ്ട്, അതായത് ലക്ഷ്മികാന്ത് സാറുണ്ട് ബാംഗ്ലൂര്. ഇവരെല്ലായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. നിരവധി കർഷകരുമായിട്ട് ഞാൻ ഫോണിൽ തന്നെ ഫോൺ വാങ്ങി അവരുടെ എല്ലാ അനുഭവങ്ങൾ ഞാൻ പിന്നെ കാഞ്ഞങ്ങാടുള്ള അലക്സ്, അതുപോലെ തന്നെ ബാബു റിട്ടയർഡ് മാനേജറാണ്. 1000 ടവറോളം എന്റെ സമീപത്തുള്ള ഇരട്ടിയിലെ എത്തിയുടെ റിട്ടയർഡ് മാനേജറാണ് ബാബു. അതുപോലെ തന്നെ ശാസ്താംകുന്നൻ ബേബി, ഇവരെല്ലാം ഉപയോഗിക്കുന്നതാണ്. ഈ ഫോണിലൂടെ തന്നെ ഞാൻ ഒരുപാട് ആൾക്കാരെ വിളിച്ചു. എന്തായാലും നല്ല ഒരു ഉൽപ്പന്നമായി എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നാളിതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നല്ല വളമാണ്, വാങ്ങി ഉപയോഗിക്കുക എന്നാണ് എനിക്കിതിനെ ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഓക്കെ ജോസ് സാർ, വളരെയധികം നന്ദി. വളരെ വിശദമായിട്ട് തന്നെ, കാരണം ഒരു കാർഷിക മേഖലയിൽ വളരെ വർഷത്തെ പാരമ്പര്യമുള്ളതും അതോടൊപ്പം തന്നെ വളരെ മികച്ച ഒരു അദ്ദേഹത്തിന്റെ തോട്ടം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏഷ്യാനെറ്റിലടക്കം പോലും കൃഷിദീപത്തിൽ പോലും വന്ന് അദ്ദേഹത്തിന്റെ തോട്ടം പോലും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം പറയുന്നത് കാര്യമാണോ സത്യമാണോ എന്നുള്ളത് കൃഷിദീപം പരിപാടിയില് എത്രയായിരുന്നു സാർ? അത് 390 കിസാൻ കൃഷിദീപം 987 കിസാൻ കൃഷിദീപം യൂട്യൂബിൽ ചെന്ന് കിസാൻ കൃഷിദീപം 987 എന്ന് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ തോട്ടം നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെ വിളകളല്ലെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഗുഡ്നസ് ടിവിയിലെ കർഷകൻ എപ്പിസോഡ് 297 അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 294 അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ തോട്ടം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണുവാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെ വിളകൾ ഉണ്ട്, ഏതൊക്കെ ഉണ്ട് എന്നുള്ളത്. കിസാൻ കൃഷിദീപത്തിൽ വന്നപ്പോ കുറച്ചും കൂടെയാണ് അദ്ദേഹം ആ ഏഷ്യാനെറ്റിൽ വരുന്നതിൽ തന്നെ പറയുന്നത് ഇസ്രായേലിന്റെ ഈ ഒരു ടെക്നോളജിയാണ് വളപ്രയോഗമായി ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ആ ഒരു ഉപയോഗിച്ചതിന്റെ ഒരു മാറ്റങ്ങൾ നമുക്ക് അതിലെ കിസാൻ കൃഷിദീപത്തിലെ 987 എപ്പിസോഡിൽ കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇത്തരത്തിലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കർഷകരുടെ വലിയ ഒരു മാറ്റത്തിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെയധികം മാറ്റം. സാർ ലേബർ കോസ്റ്റിലുള്ള എങ്ങനെയുണ്ടായിരുന്നു? ലേബർ കോസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാറിന് വന്നത്? ഞാൻ പറഞ്ഞല്ലോ, ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുറവുണ്ടല്ലോ. ഒന്നാമത് നമ്മൾ വളച്ചാക്ക് മേടിക്കണ്ട, വണ്ടി പിടിക്കണ്ട, ജീപ്പ് പിടിക്കാൻ പോകണ്ട. വീട്ടിൽ നിന്ന് ഒരു 5 ലിറ്റർ സാധനമാണ്, അല്ലെ 10 ലിറ്റർ സാധനം. നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റബ്ബർ തോട്ടത്തിനകത്താണെങ്കിലേ നമ്മളെ കുഴികുത്തി വേണേൽ ടാർപ്പായിട്ട് വെള്ളം വരുത്താം, മരത്താൽ മതി. അവിടെ പിന്നെ ബാരൽ വെച്ചാൽ മതി, വെള്ളം കിട്ടും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പമാണ്. സ്വന്തമായിട്ട് പോലും വേണമെങ്കിൽ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരു 25-30-40% വരെ കൂലിച്ചെലവ് കുറവുണ്ട്. പിന്നെ നമ്മുടെ സൗകര്യത്തിന് കലക്കി ഒഴിച്ചാൽ മതി, കുറേശ്ശെ നേരം പോലെ ഒഴിച്ചാൽ മതി. ഒരു ദിവസം തീർക്കണമെന്നില്ല, ആവശ്യാനുസരിച്ച് എടുത്താൽ മതി. അപ്പൊ എന്തായാലും ഒരുപാട് മെച്ചമാണ് നമുക്ക് കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ജോസേട്ടന്റെ അനുഭവം. ആർക്കും എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സമയം അതിനുവേണ്ടി നീക്കി വെക്കുകയാണ്, ഒരു 5 മിനിറ്റ് നേരം. ആർക്കും ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ തന്നെ റിസൾട്ട് കിട്ടിയ കുറെ ആൾക്കാർ, ഇപ്പൊ നമ്മുടെ ഉളിക്കലിലെ ജോസ് സാറൊക്കെ നമ്മളോട് ഒന്നിച്ച് ഈ ഒരു മീറ്റിംഗിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു. നിതീഷ് സർ. യെസ്, ബിജു സർ. ഓക്കെ, എവിടുന്നാണ് സ്ഥലം? എവിടെയാ? പേര് പറയൂ. എന്റെ പേര് ബിജു, സ്ഥലം കൂത്തുപറമ്പ് പാതിരിയാടെന്ന് പറയൂ. ഓക്കെ സാറ് എപ്പോഴും മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഇപ്പൊ സംസാരിച്ച ജോസ് സാറിന്റെ നമ്പർ തരാൻ പറ്റുമോ? നമ്പർ തരാൻ ഞാൻ വാട്സപ്പ് ഇട്ട് തരാം.
ജോസാറെ ഓക്കെ. ഒന്ന് നമ്പർ പറഞ്ഞു കൊടുത്തോളൂ. കേട്ടോടെ ഒന്ന് പറഞ്ഞോളൂ. 85 90 ആ 88 88 88 ആ 57 56 5756 ഓക്കെ. 85 90 88 57 56 PK ജോസ് യദൂര് അല്ലെങ്കിൽ ആറളം വെച്ചാലും മതി. PK ജോസ്. ശരി. ഓക്കെ സർ. ഒന്നുകൂടെ പറയോ സാറേ, ഒന്നുകൂടെ പറയോ? 85 90 88 57 56. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് ഏത് സംശയങ്ങളും ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗിച്ച് 2-3 വർഷമായ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഇത് ലഭിക്കുന്നതാണ്. ഇപ്പൊ സമയം നമുക്ക് 9:20 അപ്പൊ അതുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാം? ജോഷി തോമസ് സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും എന്റെ കൃഷിയിടത്തിലേക്ക് ഹാർദമായി ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അദ്ദേഹത്തിന് കൃഷിയിടം നോക്കാം. യൂട്യൂബിൽ അല്ലാതെ നേരിട്ട് പോയാലും വളരെ ഒരു സൽക്കാരപ്രിയം കൂടിയായ പ്രിയപ്പെട്ട ജോസ് സാറിന്റെ തോട്ടം കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. സമ്മിശ്ര, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ വലിയ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നമ്മുടെ ജില്ലയിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ്, ബ്ലോക്കിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് മന്ത്രി VN സുനിൽകുമാറിൽ നിന്നും അദ്ദേഹം ഏറ്റുവാങ്ങി. അതിലുപരി സന്നദ്ധ സംഘടനകളിൽ നിന്നുള്ള 40-ലധികം വരുന്ന സംഘടനകളുടെ അവാർഡ്, അതൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടി അദ്ദേഹം സാധിച്ചത് അദ്ദേഹത്തിന്റെ ആ ഒരു തോട്ടത്തിലേക്കുള്ള ശ്രദ്ധയാണ്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, എന്റെ അമ്മയ്ക്കുണ്ടായിരുന്ന ആ ഒരു കഴിവാണ് എനിക്ക് കിട്ടിയെന്നുള്ളത്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ആ ഒരു കാർഷിക മേഖല അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അത് വലിയൊരു മാറ്റത്തിലേക്ക് പോകുവാനും കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കുവാനും വേണ്ടി നമുക്ക് സാധിക്കുമെന്നൊരു ഒരു സംശയവുമില്ല. കാരണം അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി അദ്ദേഹം സാധിച്ചത്. ഇനി വരുന്ന ദിവസങ്ങളിൽ റിസൾട്ടുകൾ നമുക്ക് പെരുമഴയായിരിക്കും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് റബ്ബറിനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കൊണ്ട്. ഓക്കെ, എനിവേ ഇവിടെ നമ്മൾ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു മാറ്റത്തിലേക്കുള്ള ഒരു കണ്ണികൾ. നിങ്ങൾ ഇവിടെ പങ്കെടുക്കുകയും നിങ്ങൾ ഈ എക്സ്പീരിയൻസ് കേൾക്കുകയും മാത്രമല്ല, മറിച്ച് ഇത് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ അതിലൂടെ വളരെ നല്ലൊരു കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുവാനുള്ള ഒരു പദ്ധതിയുമായി നമുക്ക് ഒന്നിച്ചു മുന്നേറാം എന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. എന്തെങ്കിൽ മാത്രമേ നമുക്ക് വലിയ മാറ്റങ്ങൾ, കാരണം നിതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോ ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോ അലക്സ് എന്ന് പറയുന്ന ഓരോ വ്യക്തികൾക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള നമുക്ക് പലതും ഈ മേഖലകളിൽ ചെയ്യുവാൻ വേണ്ടി സാധിക്കും. ഇന്ന് കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പ്രയാസം കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കും എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെട്ടത്. അതിൽ ഉപയോഗിച്ച് വളരെയധികം മാറ്റങ്ങൾ കണ്ടെത്തിയ പ്രിയപ്പെട്ട ജോസ് സാറിന്റെ അനുഭവങ്ങളും കൂടെയാണ് ഇവിടെ നമ്മൾ ശ്രവിച്ചത്. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉള്ള നെറ്റ്സർഫ് കേരളയുടെ നന്ദി കൂടെ ഇവിടെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി, വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഒന്നായി നിന്ന് പ്രവർത്തിക്കാം. ഒരു ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുന്നേ കോട്ടയത്തുള്ള കാരിത്താസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു ബോർഡ് എപ്പോഴും മനസ്സിൽ നിന്ന് മായാതെ കിടക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 45 ഡയാലിസിസ് യൂണിറ്റുകൾ പുതിയത് തുടങ്ങുവാൻ വേണ്ടി നമ്മൾക്ക് സാധിച്ചു എന്ന ക്രെഡിബിലിറ്റി അവിടെ എഴുതുമ്പോൾ നമ്മളുടെ ആരോഗ്യം ഇന്ന് എവിടെ പോയി കിടക്കുന്നു എന്നൊരു ചോദ്യചിഹ്നം ഓരോ കർഷകരിലേക്ക് ഇട്ടുകൊണ്ട് ആ ഒരു ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, മരിച്ചുപോയ മണ്ണിനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി, മരിച്ച മണ്ണിരകളെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി, മൂലകങ്ങളെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി, ചെറുപ്രാണികളെയും പാറ്റകളെയും ചെറുതവളകളെയും തിരിച്ചെടുക്കുന്നതിന് വേണ്ടി, മണ്ണിന്റെ ഘടനയെ നമുക്ക് ഓർഗാനിക് ഘടനയായി മാറ്റം വരുത്തുന്നതിന് വേണ്ടി, 800 തേങ്ങ കിട്ടുന്ന ഒരു വ്യക്തിയെ 1350 തേങ്ങ കിട്ടുന്ന ഒരു കർഷകനിലേക്കുള്ള പ്രയാണത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, 25 ഷീറ്റ് കിട്ടുന്ന അയാളെ 52 ഷീറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, 1.5 കിൻഡൽ ജാതി കിട്ടുന്നിടത്ത് 2 കിൻഡൽ ജാതിക്ക കിട്ടുന്നിടത്തിലേക്ക്, ഫസ്റ്റ് ക്വാളിറ്റി ജാതിക്കയിലേക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടി
കശുവണ്ടി കൂടുതലായിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്നായി കൈകോർക്കാം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ വീണ്ടെടുത്തുകൊണ്ട് മഞ്ഞളിപ്പിനെ മാറ്റിക്കൊണ്ട് രോഗപ്രതിരോധ ശേഷി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വക്താക്കളായി നമുക്ക് മാറാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കുമുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു രാത്രി ധന്യമാക്കിയ ജോസ് സാറിനുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. വീണ്ടും ഒരു ട്രെയിനിങ് സെഷനിലേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അടുത്ത ഒരു നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുടെ അനുഭവക്കുറിപ്പിലേക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് നത്സർ. താങ്ക് യു. അപ്പൊ ഓക്കെ, ബൈ ബൈ. വേറെ ഒന്നുമില്ലല്ലോ സാർ?